കൊന്നക്കുഴിയിൽ പുലി പട്ടിയെ പിടിച്ചു. വലിയ വീടൻ അനൂപിന്റെ വീട്ടിലെ പട്ടിയെയാണ് ഇന്ന് പുലർച്ചെ 3 മണിയോടെ പുലി പിടിച്ചത്. പട്ടിയുടെ നിർത്താതെയുള്ള കുര കേട്ട് പുറത്തിറങ്ങിയ വീട്ടുകാർ പുലിയെ നേരിട്ട് കണ്ടതായി പറയുന്നു. വീടിനോട് ചേർന്ന് കെട്ടിയിട്ട പട്ടിയെ പുലി പാതി തിന്ന നിലയിലാണ്. വനം വകുപ്പിനെ വിവരമറിയിച്ചതിനെ തുടർന്ന് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. വീടിനോട് ചേർന്ന വനാതിർത്തിയിൽ ഫെൻസിംഗും മുള്ളുവേലിയും സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ഇവയെല്ലാം ആന തകർത്ത നിലയിലാണ്. ഈ പ്രദേശങ്ങളിൽ ആനയുടെയും മ്ലാവിന്റെയും ശല്യം സ്ഥിരമായി ഉണ്ടെങ്കിലും പുലിയുടെ ശല്യം ഇതാദ്യമായാണെന്നാണ് വീട്ടുകാർ പറയുന്നത്. ഇന്നലെ രാത്രി വെളുപ്പിന് 3 മണിക്ക് വീട്ടില് പുലി ഇറങ്ങി വന്ന് പട്ടീനെ പിടിച്ചു. അമ്മ കണ്ടു, ഒരു അത്യാവശ്യം വലുപ്പുണ്ട് എന്ന് പറഞ്ഞ പുലി. പിന്നെ 2 വീട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയോര സൈഡാണ്. പിന്നെ 2 ചെറിയ പിള്ളേരുണ്ട്, പിള്ളേരൊക്കെ എപ്പോഴും പുറത്തിറങ്ങണതാണ്. പിന്നെ ഇത്ര നാളും ആനേരെ പേടിയായിരുന്ന ആന പോയി പുലിയായി. ആന ഇന്ന് ഡെയിലി വീടിന്റെ ബാക്കി കൂടെ പോണ. ഇപ്പൊ ഞാൻ ഇത് കാണിച്ചു തന്നില്ലേ, അതാണ് ആന ഇറങ്ങുന്നത്. ഇതിനൊന്നും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനെ അറിയിച്ചു കഴിഞ്ഞാലും അവർ തോന്നുന്ന സമയത്തേക്കിന് വരേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ അറിയിക്കേണ്ട കാര്യങ്ങൾ അറിയിക്കുന്നുണ്ട്. പിന്നെ ഇന്നിപ്പോ പുലിയുടെ കാര്യം വന്നു, കാലത്ത് രാവിലെ അറിയിച്ചു കഴിഞ്ഞിട്ട് അവർ 2 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് അവർ വന്നത്. ഇതാണ് ഇവിടുത്തെ നമ്മുടെ ഈ പരിയാരം പഞ്ചായത്തിലെ 8-ാം വാർഡിലെ അവസ്ഥകൾ. ഇതിനെതിരെ എല്ലാവരും കൂടി പ്രതികരിച്ചാലാണ് നമുക്ക് എന്തെങ്കിലും ഒരു നടപടി സ്വീകരിക്കാൻ പറ്റുള്ളൂ. ഇതിൽ ഫോറസ്റ്റിന്റെ ഇതിൽ ഫെൻസിങ് മലയിലിട്ടുണ്ട്. അത് നാട്ടുകാർക്ക് ആർക്കും ഒരു ഉപകാരമില്ലാത്ത രീതിയിലാണ് ഇട്ടാണ്. ഇത് ഫെൻസിങ് ഇട്ടിട്ട് മാനായാലും ആനയായാലും ഫുള്ള് പറമ്പിലും വീട്ടിലും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നു. ഇതിനെതിരെ ഞാൻ മുന്നൊരു കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടാണ്. കംപ്ലൈന്റ് കുറച്ച് നാൾ അന്വേഷിച്ചു. പിന്നെ അതിനെക്കുറിച്ചൊരു ഇതില്ല. അതായത് അതിൻ്റെ കേസിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എന്തൊക്കെ ഉള്ളതാണ് നിലവിൽ. ഇതാണ് ഞാൻ അതിന് കൊടുത്തത്, എൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ. കേസിൻ്റെ വിജിലൻസിൽ കേസ് അന്വേഷണം നടക്കുന്നതാണ്. അപ്പം അതിനെതിരെ നടപടിയില്ല, ഒന്നുമില്ല. ആർക്കും ഒരു ഉപകാരമില്ലാത്ത സംഭവമാണിത് ഫെൻസിങ്. ബാക്കി കൂടെ ഞങ്ങളുടെ വീടിൻ്റെ ബാക്കി കൂടെ അങ്ങനെ പോയിട്ട് ഈ വീട്ടിൽ കൂടെ ഇറങ്ങിയിട്ട് താഴത്തേക്ക് പോയിട്ട് അവിടെ ഒരു പ്ലാവുണ്ട്. 2 വീടുകളുണ്ട്, ഒന്ന് ചെറിയാൻ്റെ ഒന്ന് ഗോപിച്ചണ്ട. അവരുടെ വീടിൻ്റെ നടുക്കായിട്ട് ഞാനെന്ന് പറഞ്ഞത്. എന്നിട്ട് പിന്നെ താഴത്തേക്ക് എപ്പോഴും ഇറങ്ങി പോയെന്ന് അറിയില്ല. അമ്മ പറഞ്ഞു താഴത്തേക്ക് ഇറങ്ങി പോയിന്ന്. ഒരെണ്ണം ഉണ്ടായുള്ളൂ, ഒരു 8:45 സമയം. അപ്പോഴാണ് ഇവിടെ ആ വെളുപ്പിൽ എന്നും വരുന്നുണ്ട്, വിക്കേഴ്സ് വരുന്നുണ്ട് ഡേവിസിന്റെ പറമ്പില്. അത്രയാണ്, അങ്ങനെയാണ്. പിന്നെ ഞങ്ങളെ കൊണ്ടുപോയത് കണ്ടില്ലേ, ഇന്തുട്ട ജീവിതം വെറുതെ ഞങ്ങളിങ്ങനെ നേരെ വെളുക്കുന്നേരം അങ്ങനെ പേടിച്ചാണ് ജീവിക്കുന്നത്.